ഹായ്, ഞാൻ സ്നേഹ. SL ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് ഓവർ തിങ്കിങ് ലവ് സയൻസ് എന്നൊക്കെ പറയാം. ഈ ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് പ്രണയത്തിൽ ഓവർ തിങ്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ഇനിയിപ്പോൾ നിങ്ങളാണ് ആ ഒരു പേഴ്സൺ എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എപ്പോഴും ഓവർ തിങ്കിങ് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ഒരു മാർഗം കൂടിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്ന, ഈ ഒരു പ്രണയത്തിൽ ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അത് കുറയ്ക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ഓവർ തിങ്കിങ് കൂടിക്കഴിഞ്ഞാൽ അത് മോശമായിരിക്കും. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നന്നായിട്ട് ബാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഈ പ്രണയത്തിൽ ഓവർ തിങ്ക് ചെയ്യുന്ന പേഴ്സൺസ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള ആളുകൾ എങ്ങനെയായിരിക്കും എന്നറിയോ? ഇപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പിലുള്ള ആ ഒരു പേഴ്സൺ ഒരു മെസ്സേജ് അയച്ചു എന്ന് വിചാരിക്കാം. ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് മെസ്സേജ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും അവർ ഓൺലൈനിൽ വരുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു റിപ്ലൈ അല്ലെങ്കിൽ നമുക്കൊരു മെസ്സേജ് ഇങ്ങോട്ട് അയക്കുന്നേ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ടെൻഷനാവും. എന്തുകൊണ്ടാണ് എനിക്ക് മെസ്സേജ് അയക്കാത്തത്, ഓൺലൈനിൽ വന്നിട്ടും എന്തുകൊണ്ട് മെസ്സേജ് അയക്കുന്നില്ല എന്നുള്ളത് ചിന്തിക്കും. നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു തെറ്റായ രീതിയിലുള്ള ചിന്തയായിരിക്കും. അതായത് ഇപ്പം എന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടായിരിക്കും, ഇനിയിപ്പോൾ വേറെ ആർക്കെങ്കിലും മെസ്സേജ് അയക്കുന്നുണ്ടാവോ, ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കും എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഒട്ടുമിക്ക ആളുകളും ഇങ്ങനെ ചിന്തിക്കുന്നവർ തന്നെയാണ്. റിലേഷൻഷിപ്പിൽ ഓവർ തിങ്ക് ഉള്ള ആളുകളാണ് മിക്കവരും, ഇല്ലാത്തവർ വളരെ കുറവാണ്. അപ്പോൾ ഇതിനുള്ള ഒന്നാമത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സൈൻ എന്ന് പറയുന്നതാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അവർ ഓൺലൈനിൽ വന്നിട്ട് മെസ്സേജും കാര്യങ്ങളൊന്നും ഇല്ല, ഇനിയിപ്പോൾ നമ്മൾ അയച്ച മെസ്സേജ് നോക്കിയിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പാനിക് ആവും, ഭയങ്കര ടെൻഷനാവും. നമുക്ക് എന്തായിരിക്കും റീസൺ എന്നുള്ളത് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. നല്ല രീതിയിലാണെങ്കിലും വലിയ പ്രശ്നമല്ല, ഇതിപ്പോൾ അങ്ങനെയൊന്നും ആയിരിക്കില്ല നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ്. പിന്നീടാണ് മനസ്സിലാക്കുക ഇത് കാരണം ഇതായിരുന്നു, ആള് കുറച്ച് തിരക്കായിരുന്നു, എന്തോ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ നോക്കാനാണ് ഓൺലൈനിൽ കയറിയിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ പിന്നീടാവും മനസ്സിലാക്കുന്നുണ്ടാവാം. പക്ഷെ എപ്പോഴും പെട്ടെന്ന് നമ്മൾ ടെൻഷനിലാവും എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഏതൊരു കാര്യവും ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നമുക്ക് ഈ ഒരു റിജക്ഷൻ ഫീൽ ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സൈൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഒരു പാസ്റ്റ് കോൺവെർസേഷനിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റീഡ് ചെയ്യും എന്നുള്ളതാണ്. അതായത് വീണ്ടും നമ്മളൊന്നിങ്ങനെ ആലോചിച്ച് നോക്കും, ഞാൻ ആ പറഞ്ഞിട്ടുള്ള വേർഡ് അത് കുറച്ച് ഹാർഡായിപ്പോയോ, ഇനിയിപ്പോൾ അവർക്ക് ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും, ഈ രീതിയിൽ നമ്മൾ ആലോചിച്ചുകൊണ്ടേയിരിക്കും. ചില ആളുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ അത് കഴിഞ്ഞു എന്നുള്ള രീതിയിൽ പോകുന്നവരുണ്ട്. പക്ഷെ ഓവർ തിങ്ക് ചെയ്യുന്ന ആളുകൾ അങ്ങനെയല്ല. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും ഇരുന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കും, അതുണ്ടായത് ഇങ്ങനെയാണ് അങ്ങനെയാണ്, ഇതുകൊണ്ടൊക്കെ ആയിരിക്കുമോ എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ കുറേ ആലോചിച്ച് നോക്കും. അതിൽ കൂടുതലും നമ്മൾ ചിന്തിക്കുക നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവരെ ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുമോ എന്നുള്ളതാണ്. കാരണം നമ്മൾ ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ പാർട്ട്ണറെ നമ്മൾ ഹേർട്ട് ചെയ്യാൻ പാടില്ല, അവർക്ക് നമ്മൾ കാരണം ഒരു വിഷമം ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ പലപ്പോഴും ശ്രമിക്കാറുള്ളത്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ പല വാക്കുകളും പറഞ്ഞു പോവാറുണ്ട്. അപ്പോൾ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ, ചെറിയൊരു തർക്കവും കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇന്ന് ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ആ പറഞ്ഞതൊക്കെ ശരിയായിരുന്നോ, ഇല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ പാടുമോ എന്നുള്ള കുറേ കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെ കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച്, മുമ്പ് നടത്തിയിട്ടുള്ള കോൺവെർസേഷനെ കുറിച്ച് വീണ്ടും ഇങ്ങനെ ആലോചിക്കുകയും അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓവർ തിങ്കറിന്റെ മറ്റൊരു സൈനായിട്ട് നമുക്ക് എടുക്കാം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അവര് മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു സെന്റൻസ് അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, ഇത് തന്നെ ആയിരിക്കുമോ അതിന്റെ മീനിങ്, ഇനിയിപ്പോ ഉള്ളിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ട് പുറത്ത് ഇങ്ങനെ പറഞ്ഞതായിരിക്കുമോ, ഇത് സത്യമായിരിക്കുമോ, ഈ രീതിയിൽ നമ്മൾ ആലോചിക്കും എന്നുള്ളതാണ്. ഇതൊന്നും നമുക്ക് അവരെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യമല്ല എന്നുള്ളതൊന്ന് മനസ്സിലാക്കാം. ഇഷ്ടക്കൂടുതൽ കൊണ്ടും നമുക്ക് അവരെ നഷ്ടമാകുമോ എന്നുള്ള ചിന്ത കൊണ്ടും നമുക്ക് വരുന്ന കുറെ ചിന്തകളാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്കൊന്നും പറയാൻ പറ്റില്ല. എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ അവർ പറയുന്ന സമയത്ത് നമ്മൾ ശരി കുഴപ്പമില്ല, ഓക്കെ എന്ന് പറയും. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊന്നിങ്ങനെ ചിന്തിക്കും, അങ്ങനെ പറഞ്ഞത് ശരിയാണോ, ഇത് ആ ഒരു സംഭവമായിട്ട് കണക്റ്റ് ആവുന്നില്ലല്ലോ, ഇനിയിപ്പോൾ കള്ളമാണോ പറഞ്ഞിട്ടുണ്ടാവുക, ഈ രീതിയിൽ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ശരിക്കും അവർ പറഞ്ഞ സത്യമൊക്കെ ആയിരിക്കും, പക്ഷെ നമ്മുടെ മനസ്സങ്ങോട്ട് സമ്മതിച്ചു തരില്ല. കാരണം ഇങ്ങനെ കുത്തി നോക്കണം, ഭയങ്കര ആഴത്തിലേക്ക് ഇറങ്ങിയിട്ട് എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാക്കണം എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പല സംശയങ്ങളും ആ ഒരു സംഭവത്തെ തുടർന്ന് നമുക്ക് വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്.
അപ്പോൾ ഈ ഒരു സംഭവം എന്തായാലും ഉണ്ടായിരിക്കും. അവർ പറഞ്ഞ എന്തെങ്കിലും ഒരു സെന്റൻസ് നിങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഇത് തന്നെയാണോ അതിന്റെ അർത്ഥം എന്നുള്ള രീതിയിൽ നിങ്ങൾ ആലോചിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഇനി നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ശരിക്കും നിങ്ങൾക്ക് ലവ് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് റിലാക്സ് ആവാൻ പറ്റില്ല. അതായത് നിങ്ങൾക്ക് തന്നെ അറിയാം പ്രണയിക്കുന്നുണ്ട്, നിങ്ങൾ പ്രണയിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾക്കൊരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു റിലാക്സ് കിട്ടില്ല. ബിക്കോസ് എപ്പോഴും നിങ്ങൾക്ക് ടെൻഷൻ ആയിരിക്കും വന്നുകൊണ്ടിരിക്കുക നിങ്ങളുടെ ഉള്ളിൽ. ഇതിങ്ങനെ നഷ്ടപ്പെടുമോ എന്നുള്ള ചിന്തകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ കൂളായിരിക്കാനോ ഒരു റിലാക്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളതാണ്. എപ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ ജസ്റ്റ് കുറച്ചൊരു സമയം നിങ്ങൾക്ക് ഫ്രീ കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുക നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. നല്ലതാണോ ചിന്തിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ബ്രേക്കപ്പ് ആവുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതോ ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്നുള്ള കുറേ ചിന്തകളാണ് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുക. പക്ഷെ നിങ്ങൾക്കറിയാം നിലവിൽ നിങ്ങളെ അവർ പ്രണയിക്കുന്നുണ്ട്, നിങ്ങൾ അവരെയും പ്രണയിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയൊന്നും ഇല്ലെങ്കിലും മനസ്സിൽ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു കൂട്ടും, ഇനി പ്രശ്നമൊക്കെ വരുമായിരിക്കും, ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഇനിയിപ്പോൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടായാൽ എന്താ ചെയ്യുക, ഞങ്ങൾ ബ്രേക്കപ്പ് ആവും, ബ്രേക്കപ്പ് ആയതിനു ശേഷം എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതൊക്കെ ശരിക്കും ഇതൊക്കെ ഓവർ തിങ്കിങ്ങിന്റെ ഭയങ്കര എക്സ്ട്രീം ലെവൽ എന്നൊക്കെ പറയില്ല, അതൊക്കെയാണ്. റിലേഷൻഷിപ്പിൽ ഓവർ തിങ്കിങ് ഒക്കെ വരാറുണ്ട് പലർക്കും. പക്ഷെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് കുറച്ച് ഭയങ്കര ഓവറായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര സ്നേഹിക്കപ്പെടുന്നുണ്ടെങ്കിലും നിങ്ങൾ എത്ര സ്നേഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇനി ലാസ്റ്റത്തെ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നുമില്ല, ഇപ്പൊ നിങ്ങൾ തമ്മിലൊരു വഴക്ക് കഴിഞ്ഞു എന്ന് വിചാരിക്കുക, ചെറിയൊരു വഴക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് പഴയ രീതിയിലേക്ക് ക്ലോസ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അത് ഒട്ടുമിക്ക ആളുകൾക്കും അങ്ങനെ ഉണ്ടാവും. ചില ആളുകൾക്ക് ചെറിയൊരു ഈഗോ പ്രശ്നമൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ പഴയ രീതിയിലേക്ക് ആവാൻ കുറച്ച് റിസ്ക് ഒക്കെയാണ്. പക്ഷെ ഈ ഓവർ തിങ്കിങ് ഉള്ള ആളുകൾക്ക് എന്താണെന്നറിയോ, പഴയ രീതിയിലേക്കൊന്നും ആവാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവിടെയും ചിന്തിച്ചു കൂട്ടും കുറേ കാര്യങ്ങൾ. അപ്പൊ വീണ്ടും ആ ഒരു ഇപ്പൊ കഴിഞ്ഞ ഒരു വഴക്കുണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു വഴക്കുണ്ടായപ്പോൾ മിണ്ടാതിരുന്ന ആ രീതിയിലേക്ക് വീണ്ടും വരും എന്നുള്ളതാണ്. അതായത് ഒരു പ്രശ്നം കഴിഞ്ഞ് കഴിയുമ്പോൾ ഓവർ തിങ്ക് ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ പെട്ടെന്ന് ഓക്കെ ആവണമെന്ന് വിചാരിക്കും. അതായത് പെട്ടെന്ന് വേണ്ടി സംസാരിക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അവരുടെ പാർട്ട്ണർക്ക് പെട്ടെന്ന് ഓക്കെ ആവാൻ പറ്റിയെന്ന് വരില്ല. കുറച്ച് ടൈം എടുക്കും ആളെ നോക്കിയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ആൾ ഓക്കെ ആയിട്ട് വരാൻ എടുക്കുന്ന ആ ഒരു ടൈം കൊണ്ട് ഇവിടെ ഓവർ തിങ്ക് ചെയ്തിട്ടുണ്ടാവും, ഇതിപ്പോ എന്താണ് എൻ്റെ അടുത്ത് ക്ലോസ് ആവുന്നില്ല, അതായത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്, അപ്പൊ എന്നെ ഇഷ്ടമല്ല എന്നുള്ളതാണ്, അപ്പൊ എന്തൊക്കെയോ ആളുടെ മനസ്സിൽ പ്രശ്നങ്ങൾ വേറെ ഉണ്ട് എന്ന് വിചാരിക്കും. എന്നിട്ട് വീണ്ടും നമ്മളും മുഖം വിറിപ്പിച്ച ദേഷ്യമായിട്ട് മിണ്ടാണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കും. ഇതാണ് ഓവർ തിങ്ക് ചെയ്യുന്ന ആളുകളുടെ വേറൊരു സ്വഭാവം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ വീണ്ടും പ്രശ്നം വരും. ഇതന്നെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഓവർ തിങ്ക് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഗുണമൊന്നും വരുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഓവർ തിങ്ക് ചെയ്യണ്ട, നാളത്തെ കാര്യങ്ങൾ നാളെ നടക്കട്ടെ. ഇന്നത്തെ ഈ ഒരു പ്രസന്റിൽ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക. പ്രസന്റിൽ നിങ്ങൾ ഹാപ്പിയാണോ, ഹാപ്പി ആയിട്ടിരിക്കുക. അവരെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ, തിരിച്ച് സ്നേഹിക്കുക. പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ആ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓവർ തിങ്കിങ് ചെയ്യുന്ന പേഴ്സൺ ആണെങ്കിൽ മാറ്റം വരുത്തുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, ഒരു ഓവർ തിങ്കിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഓവർ തിങ്കിങ് ആയിട്ടുള്ള പേഴ്സൺസ് എങ്ങനെയൊക്കെ ആയിരിക്കും ചിന്തിക്കുക എന്നുള്ളത്. ഞാൻ വീണ്ടും പറയുന്നത്, ഇവരിങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും അവർക്ക് നിങ്ങളോടുള്ള സ്നേഹക്കുറവല്ല, പകരം നിങ്ങളോടുള്ള സ്നേഹം കൂടുതലാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അത് നിങ്ങളും നല്ല രീതിയിൽ സ്നേഹിച്ച് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ A to Z കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരത് വിടും. നമ്മൾ അവിടെ ഇവിടെ തൊടാണ്ടൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലാണ് അവരതിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കുത്തി കുത്തി ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് ക്ലിയർ ആയിട്ട് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഓരോ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്, പറഞ്ഞ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓവർ തിങ്കിങ് ഉള്ള ആളുകളെ നമുക്ക് വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതേപോലെ അവരുടെ ഓവർ തിങ്കിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ കുറെ ട്രൈ ചെയ്യുക. അവരോട് ഡയറക്റ്റ് ഓപ്പൺ ആയിട്ട് പറയാം. അതായത് നിങ്ങളുടെ പാർട്ട്ണർക്കാണ് ഇങ്ങനെ ഓവർ തിങ്കിങ് ഉള്ള ഒരു സ്വഭാവം ഉള്ളത് എന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ള കാര്യം പറഞ്ഞിരുന്നത്. അപ്പൊ അവരോട് ഡയറക്റ്റ് നിങ്ങൾ പറയുക, എനിക്ക് ഇങ്ങനെ ഇതൊക്കെ ഭയങ്കരമായിട്ട് എന്നെ ഹേർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കിതൊന്നും പറ്റുന്നില്ല, ഇങ്ങനെ എന്നോട് ബിഹേവ് ചെയ്യരുത് എന്നുള്ള രീതിയിൽ നിങ്ങൾ തുറന്ന് പറയാം. ദേഷ്യത്തിലല്ല, വളരെ കൂളായിട്ട് പറയാൻ ശ്രമിക്കുക. അപ്പൊ അവർ മാറാൻ ശ്രമിച്ചോളും. നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാൻ അവർക്ക് പറ്റും. കാരണം നിങ്ങൾ സ്നേഹിക്കുന്നതുകൊണ്ടാണ് അവർക്ക് ഓവർ തിങ്കിങ് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറാൻ അവർ തയ്യാറാകും. ഇനിയിപ്പോൾ നിങ്ങൾ തന്നെയാണ് ഓവർ തിങ്കർ എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളെ മാറ്റാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കൗൺസിലിങ്ങിനോ മറ്റോ പോകുന്നതൊക്കെ എപ്പോഴും ബെറ്റർ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ അധികം വൈകാതെ കാണാം. താങ്ക് യു.